ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 30/12/2020 മോർണിംഗ് ഷിഫ്റ്റിലെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. The base of an isosceles triangle is 8 cm and one of its equal sides is 5 cm. The height of the vertex opposite to the base. സോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താ, അതായത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസിൻ്റെ ലെങ്ത് എത്ര 8 cm ആണ് വരുന്നത്. അതുപോലെ വൺ ഓഫ് ദ ഈക്വൽ സൈഡ്സ് ഈസ് 5 cm. അതായത് ഈക്വലായി സൈഡ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര 5 cm ആണ് വരുന്നത്. അതുപോലെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ഓഫ് ദ വെർട്ടെക്സ് ഓപ്പോസിറ്റ് ടു ദ ബേസ്, അതായത് ബേസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സിൽ നിന്നുള്ള ഹൈറ്റ്. സോ ഈ ഹൈറ്റിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്താ ഐസോസ് ട്രയാങ്കിളിൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിനെ ഈക്വൽ ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. എത്ര ഈക്വൽ ലെങ്ത്തിൽ. സോ ബേസ് എത്ര വരുന്നത് 8 cm ആണ് വരുന്നത്. സോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്ര, ആദ്യത്തെ പാർട്ട് 4 cm വരും, രണ്ടാമത്തെ പാർട്ടും എത്ര വരും 4 cm വരും. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മളിവിടെ കിട്ടിയേക്കുന്നത്. അതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി, ഒരു സൈഡ് 5 cm, മറ്റേ സൈഡ് 4 cm. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. സോ ഇതിലേതാ ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് 5 cm ആണ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. സോ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത് എത്ര, നമുക്ക് 4 നമുക്ക് കിട്ടി. സോ ബേസ് എന്ന് പറയുന്നത് 4 സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡാണ് എന്ത് നമ്മുടെ ഹൈറ്റ് വരുന്നത്, അതിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 മൈനസ് 16 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 9 എന്ന് കിട്ടും. 9 എന്ത് നമ്മുടെ പി സ്ക്വയർ. സോ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, √9 എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും 3 cm എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഹൈറ്റ് എത്ര വരുന്നത് 3 cm ആണ് നമ്മുടെ ഹൈറ്റ് ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 138 എ ഷോപ്പ് കീപ്പർ ലോസസ് 8%. അറ്റ് വാട്ട് ഷുഡ് ദ ആർട്ടിക്കിൾ ബി സോൾഡ് ടു ഗെറ്റ് എ പ്രൈസ് ഗെയിൻ ഓഫ് 4%. അതായത് എന്താ, അതായത് ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര 138 ആണ് വരുന്നത്. സോ 138 വിറ്റപ്പോൾ എത്ര 8% ആണ് അവിടെ ലോസ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 4% ഗെയിൻ കിട്ടണമെങ്കിൽ ആൾ ഏത് സെല്ലിംഗ് പ്രൈസിന് വിൽക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 138 ആണ് നമുക്ക് തന്നേക്കുന്നത്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കേസിലും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരാം 100% ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. സോ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. ലോസ് എത്രയുണ്ടായത്, ലോസ് ഉണ്ടായത് 8% ലോസ് ആണ് അവിടെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 92% നമുക്ക് കിട്ടും. സോ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%, ലോസ് എന്ന് പറയുന്നത് 8%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 92% ആണ് വരിക. സോ ഈ 92%ൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ആണ് നമുക്ക് ഈ തന്നേക്കുന്നത് എത്ര 138 റുപ്പീസ് എന്ന് തന്നേക്കുന്നത്. അതായത് 92% ആണ് എത്ര 138. സോ ഇതൊരു സെക്ഷനാക്കി എടുക്കാം. നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം. അതിനായിട്ട് നമുക്കറിയാം ഓൾറെഡി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര 100% ആണ് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് കേസിൽ എത്ര, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4% ഗെയിൻ വരാണെങ്കിലുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ കോസ്റ്റ് പ്രൈസ് 100% ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര 4% ആണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരും, സെല്ലിംഗ് പ്രൈസ് എത്ര വരും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് CP പ്ലസ് പ്രോഫിറ്റ്, അതായത് 104% ആണ് എന്ത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരേണ്ടത്.
സോ ഓൾറെഡി നമുക്കറിയാം എന്ത് സെല്ലിംഗ് പ്രൈസായ 92% ആണ് 138 എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 104ൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. കാരണം സെല്ലിംഗ് പ്രൈസ് 104 ആകുമ്പോൾ ആണ് എന്ത് 4% പ്രോഫിറ്റ് കിട്ടുക. സോ നമുക്കറിയാം എന്ത് 92% ആണ് എത്ര 138 എങ്കിൽ 104% എത്രയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് എമൗണ്ട് കിട്ടും. സോ കണ്ടുപിടിക്കാൻ 138/92 ഇൻറ്റു 104 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4% പ്രോഫിറ്റിന് വിൽക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 156 എന്ന് നമുക്ക് കിട്ടും. 156 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടും. അതായത് 4% പ്രോഫിറ്റിന് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അതായത് 156 രൂപയ്ക്ക് വിറ്റാലാണ് എന്ത് 4% പ്രോഫിറ്റ് വിൽക്കുക. അതിന് പകരം 138 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലോ 8% ലോസാണ് അവിടെ ഉണ്ടാവുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ എ 156 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Avinash, Bhuvanesh and Chaman can complete a piece of work in 20, 30 and 60 days respectively. In how many days can Avinash complete the work if he is assisted by Bhuvanesh and Chaman on every third day? So ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താ? അതായത് അവിനാഷ്, ഭുവനേഷ് ആൻഡ് ചമൻ മൂന്ന് പേർക്കും എത്ര ദിവസം കൊണ്ട്? ആദ്യത്തെ ആൾക്ക് 20 ദിവസം, രണ്ടാമത്തെ ആൾക്ക് 30 ദിവസം, മൂന്നാമത്തെ ആൾക്ക് എത്ര 60 ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇവരുടെ LCM ആണ് എന്ത് നമ്മുടെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. 3 പേരെ LCM എന്ന് പറയുന്നത് എത്ര? 60 ആണ് വരുന്നത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 60. സോ ആദ്യത്തെ ആൾക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 3 ദിവസം. രണ്ടാമത്തെ ആൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 2 ദിവസം. മൂന്നാമത്തെ ആൾ കംപ്ലീറ്റ് ചെയ്യാൻ 1 ദിവസം മതി. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 60 ആണ് വരുന്നത്. A/B/C അതായത് അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര വരും? 3:2:1 നമുക്ക് കിട്ടി. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 60ഉം അവരുടെ വർക്കിൻ്റെ എഫിഷ്യൻസി എത്ര? 3:2:1 എന്ന റേഷ്യോയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ അവിനാഷ് കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് ഹീസ് അസിസ്റ്റഡ് ബൈ ഭുവനേഷ് ചമൻ ഓൺ എവരി തേർഡ് ഡേ? അതായത് മൂന്നാമത്തെ ദിവസമാണ് എന്ത് ഇവർ 2 പേരും കൂടി ഹെൽപ്പ് ചെയ്യുന്നത്. ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? അവിനാഷിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡേ ആരെ വർക്ക് ചെയ്യുക? ഫസ്റ്റ് ഡേ വർക്ക് ചെയ്യുന്നത് അവിനാഷ്. സെക്കൻഡ് ഡേ ആരെ വർക്ക് ചെയ്യുക? അവിനാഷ്. തേർഡ് ഡേ ആരാണ് വർക്ക് ചെയ്യുക? അവിനാഷിൻ്റെ കൂടെ ആരൊക്കെ? ഭുവനേഷും ചമനും. അതായത് മൂന്നാമത്തെ ദിവസം ആരൊക്കെ ഉണ്ടാവും? മൂന്നാമത്തെ ദിവസം അവിനാഷും ഭുവനേഷും ചമനും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യും. ആദ്യത്തെ 2 ദിവസം ആര് മാത്രം? അവിനാഷ് മാത്രമാണ് ആദ്യത്തെ 2 ദിവസം വർക്ക് ചെയ്യുന്നത്. സോ ആദ്യത്തെ 2 ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? അവിനാഷിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. സോ ആദ്യത്തെ ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ആവും. രണ്ടാമത്തെ ദിവസം അവിനാഷ് മാത്രമാണ്, അപ്പോഴും 3 വർക്ക് മാത്രമാണ് കംപ്ലീറ്റ് ആവുന്നത്. മൂന്നാമത്തെ ദിവസം എന്താ? അവിനാഷും ഉണ്ട്, അതുപോലെ ഭുവനേഷും, അതുപോലെ ആരുണ്ട്? ചമനും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? മൂന്നാമത്തെ ദിവസം 6 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ആദ്യത്തെ ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ആയി, രണ്ടാമത്തെ ദിവസം 3 വർക്ക്, മൂന്നാമത്തെ ദിവസം എത്ര വർക്ക്? 6 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഈ 3 ദിവസം എന്ത് ഒരു സെറ്റാക്കി എടുക്കുക. സോ 3 ഡേയ്സ് കൊണ്ട് അവർ ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 3 ദിവസം കൊണ്ട് ടോട്ടൽ ആദ്യത്തെ ദിവസം 3, രണ്ടാമത്തെ ദിവസം 3, മൂന്നാമത്തെ ദിവസം 6 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ടോട്ടൽ എത്ര വർക്ക്? 3 ദിവസം കൊണ്ട് 12 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. അതായത് 3 ദിവസം കൊണ്ട് 12 വർക്കാണ് കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? നമ്മുടെ 60 വർക്കാണ് എന്ത് നമ്മുടെ ടോട്ടൽ വർക്ക്. സോ 3 ദിവസം കൊണ്ട് 12 വർക്ക് എന്ന് പറയുമ്പോൾ എന്താ? ഈ 3 ദിവസം എന്നുള്ളത് ഒരു സെറ്റാക്കി എടുക്കുക. ഒരു സെറ്റാക്കുമ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് എത്ര? ഒരു സെറ്റ് എന്ന് പറയുന്നത് 12 വർക്കാണ് കംപ്ലീറ്റ് ആക്കുന്നത്. നമുക്ക് എത്ര വർക്കാണുള്ളത്? ടോട്ടൽ 60 വർക്കാണുള്ളത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60, ഒരു സെറ്റ് വർക്ക് എന്ന് പറയുന്നത് എത്ര? 12 വർക്കാണ് കംപ്ലീറ്റ് ആകുന്നത്. സോ 60/12 എന്ന് പറയുമ്പോൾ എത്ര സെറ്റ് അവിടെ കംപ്ലീറ്റ് ആക്കണം? 5 സെറ്റ് അവിടെ കംപ്ലീറ്റ് ആക്കണം. അതായത് 5 സെറ്റ് ആവുമ്പോഴാണ് എന്ത് 60 വർക്ക് അവിടെ കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് ഒരു സെറ്റ് എന്ന് പറയുന്നത് എത്ര? 3 ദിവസം. സോ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 12 വർക്ക്, 5 സെറ്റ് എന്ന് പറയുമ്പോൾ 60 വർക്ക്. സോ ടോട്ടൽ വർക്ക് നമുക്ക് എത്രയുള്ള? 60 വർക്കാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്. സോ അതിൽ എത്ര?
60 വർക്ക് കംപ്ലീറ്റ് ആവാൻ 5 സെറ്റാണ് വേണ്ടത്. സോ ഒരു സെറ്റ് എന്ന് പറയുന്നത് എത്ര? 3 ദിവസം. സോ 5 ഇൻറ്റു ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ഡേയ്സ് ആണ് വരുന്നത്. സോ ടോട്ടൽ എത്ര ഡേയ്സ് വേണം? 15 ഡേയ്സ് കൊണ്ടാണ് ഈ പാറ്റേണിൽ പോകുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഏത് പാറ്റേൺ? ആദ്യത്തെ ദിവസം അവിനാശ്, രണ്ടാമത്തെ ദിവസം അവിനാശ്, മൂന്നാമത്തെ ദിവസം അവർ 3 പേരും കൂടി വർക്ക് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ 15 ദിവസം കൊണ്ടാണ് അവർ 60 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ്. സോ എന്താണ്? സിംപ്ലിഫൈ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യത്തെ സെറ്റ് എടുക്കാം. ആദ്യത്തെ സെറ്റ് എടുക്കുമ്പോൾ 4 + 2 - 16 / 4 + 3 എന്ന് വരും. സോ 4 4 കട്ട് ചെയ്ത് പോവും. സോ ആൻസർ എത്ര കിട്ടും? -1 വരും. 4 + 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് നമുക്ക് കിട്ടി. സോ ഇത്രയും പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര? 5 ആണ് വരുന്നത്. നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാർട്ട് 1 + 8 × 7 1 + 8 × 7 / 19. സോ 8 × 7 എന്ന് പറയുന്നത് 56 + 1 57 / 90 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ പ്ലസ് ഈ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര? 3 ആണ് വരുന്നത്. ഇൻറ്റു നെക്സ്റ്റ് പാർട്ട് എത്ര? സോ ഇവിടെ ഒരു ബ്രാക്കറ്റ്, അതായത് ഇൻറ്റു കഴിഞ്ഞിട്ട് എന്താ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. സോ സ്ക്വയർ ബ്രാക്കറ്റിലെ ഓപ്പറേഷൻസ് വേണം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇൻറ്റു കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ള ഏതൊക്കെ വരുന്നത്? 3 + 5 - 4 അതുപോലെ പ്ലസ് 17 - 9 × 4 എന്നുണ്ട്. സോ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ -1 സോറി +1. സോ 4 വരും. 4 + 17 - 36 എന്ന് വരും. സോ 4 - എത്ര വരും? 90 എന്ന് വരും. അതായത് എത്ര വരും? 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇവിടെ എത്ര വരാം? ഇൻറ്റു ഈ പാർട്ട്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ള ആൻസർ എത്ര വരാം? 15 ആണ് നമുക്ക് കിട്ടിയത്. സോ ബാക്കി റിമൈനിങ് വന്ന നമ്പേഴ്സൊക്കെ നമുക്ക് ഫൈനൽ ഓപ്പറേഷൻ ചെയ്യാം. ചെയ്യുമ്പോൾ 5 + 3 × -15 ആണ് നമുക്ക് കിട്ടിയത്. സോ 5 + 3 × -15. സോ 5 - 45 എന്ന് വരും. അതായത് -40 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി -40 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വെൻ വിച്ച് ഇൻക്രീസ്ഡ് ബൈ 3 ഈസ് ഡിവിസിബിൾ ബൈ 27, 35, 25 ആൻഡ് 21? അതായത് ഏത് നമ്പറാണ് എന്ത് സ്മോളസ്റ്റ് നമ്പർ 3 കൂട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറുകളായിട്ട് എന്ത് ഡിവിസിബിൾ ആയി പോണേ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. സോ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത്, അതായത് തന്ന നമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ 3 ആഡ് ചെയ്യാം. സോ നമുക്ക് ആദ്യം A, B, C, D ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യല്ലേ. സോ ആദ്യത്തെ നമ്പറിൻ്റെ ഒപ്പം 3 ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 47, 31 എന്ന് വരും. അടുത്ത നമ്പറിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 47, 28 എന്ന് വരും. രണ്ടാമത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 320 എന്ന് വരും. അതുപോലെ 47, 25 എന്ന് വരും. സോ എല്ലാ നമ്പേഴ്സിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു? 3 ഉള്ളത് ആഡ് ചെയ്തു. ഇനി എന്താ, ഇനി ഏത് നമ്പറിനെ കൊണ്ടാണ് എന്ത്, അതായത് ഈ തന്നേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 27, 35, 25, 21. സോ ആ നമ്പേഴ്സൊക്കെ വെച്ച് ഡിവിസിബിൾ ആയി പോണ നമ്പറാണ് എന്ത് നമ്മുടെ ആൻസർ വരിക. അതുപോലെ എന്ത് സ്മോളസ്റ്റ് നമ്പർ കൂടി ആവണം. സോ നമുക്കറിയാം എന്ത് ഓൾറെഡി 35ഉം 25ഉം ഉണ്ടെന്നറിയാം. സോ അതുകൊണ്ട് എന്താവണം, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5 വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് 35ഉം 25ഉം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുള്ളൂ. സോ ഓപ്ഷൻ എയും ഒരിക്കലും ആവില്ല, ഓപ്ഷൻ ബിയും ഒരിക്കലും ആവില്ല. കാരണം ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1ഉം 8ഉം ആണ് വന്നേക്കുന്നത്. ഒരിക്കലും എന്ത് 35, 25ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്ര? 320 ആണ് വരുന്നത്. സോ 320 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത്
റിമൈൻഡർ 0 അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ട് പോവില്ല. സോ ഒരിക്കലും എന്ത് ഓപ്ഷൻ സിയും നമുക്ക് എന്ത് ആവില്ല. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്ര? 47 25 വരുന്നത്. കാരണം 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. സോ നമ്മളെന്താ ജസ്റ്റ് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 35 25 വെച്ചിട്ടാണ് എന്ത് ഓപ്ഷൻ എലിമിനേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഓപ്ഷനിലേക്ക് എത്തിയത്. അതായത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 4722 വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ ഫസ്റ്റ് ഡേ 84,500 people visited a trade fair. On the fourth day, number reduced to 16,900. By what percentage people reduced on the fourth day? അതായത് എത്ര പെർസെൻറ്റേജ് ആൾക്കാർ കുറഞ്ഞു എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എത്ര എമൗണ്ട്, അതായത് എത്ര പേരാണ് ശരിക്കും കുറഞ്ഞത്? ടോട്ടൽ ഉണ്ടായത്, അതായത് ഫസ്റ്റ് ഡേ ഉണ്ടായത് 84,500 ഫോർത്ത് ഡേ ഉണ്ടായത് 16,900 ഫോർത്ത് ഡേ. ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 67,600 പേരാണ് എന്ത് അവിടെ കുറവ് ഉണ്ടായത്. സോ ഈ കുറവ് ഉണ്ടായ ആൾക്കാരുടെ എണ്ണം എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ 67,600 ബൈ പെർസെൻറ്റേജ് കാണുമ്പോൾ എത്ര? അതായത് ഫസ്റ്റ് ഉണ്ടായ ആൾക്കാരുടെ എണ്ണം 84,500. സോ 84,500 67,600 എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ 84,500 ഇൻറ്റു 100. സോ 100 കട്ട് ചെയ്ത് പോവും. എത്ര പോവും? 8 പോവും. സോ എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് കുറഞ്ഞത്? 80% ആൾക്കാരാണ് എന്ത് അവിടെ ഫസ്റ്റ് ഡേന്ന് ഫോർത്ത് ഡേ ആകുമ്പോൾ ഉള്ള കുറവ് സംഭവിച്ചത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുരുഷോത്തം ആൻഡ് അഞ്ജിക സ്റ്റാർട്ടഡ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രം ദ സെയിം പ്ലേസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h ആൻഡ് 3.5 km/h റെസ്പെക്റ്റീവ്ലി. ഹൗ ഫാർ വിൽ ദേ ബി ഫ്രം ഈച്ച് ആഫ്റ്റർ 2.5 hours? അതായത് എന്താ, രണ്ട് പേരും സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 km/h അതുപോലെ 3.5 km/h നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ, അവർ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ 2.5 മണിക്കൂർ കഴിയുമ്പോൾ അവർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിവിടെ എന്താ, റിലേറ്റീവ് സ്പീഡ് ആദ്യം കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 30 km/h. അതുപോലെ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 3.5 km/h. സോ നമുക്കറിയാം എന്ത്, അവർ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര? അവരുടെ സ്പീഡിൻ്റെ സമ്മ്, അതായത് 30 + 3.5 എന്ന് പറയുന്നത് എത്ര കിട്ടും? 33.5 km/h വരുന്നത്. അതായത് അവർ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വെച്ചാൽ അവരുടെ റെസ്പെക്റ്റീവ് സ്പീഡ്സിൻ്റെ സമ്മും, അതുപോലെ അവർ സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വരും? അവരുടെ റെസ്പെക്റ്റീവ് സ്പീഡ്സിൻ്റെ ഡിഫറൻസും ആണ് വരുന്നത്. ഇവിടെ എന്താ, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമുക്ക് തന്നേക്കുന്നത്. സോ എന്താ ചെയ്യുക, രണ്ട് പേര് സ്പീഡ് തമ്മിൽ സമ്മ് ചെയ്യുക. സോ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 33.5 km/h എന്ന് കിട്ടി. അതാണ് എന്ത്, നമ്മുടെ റിലേറ്റീവ് സ്പീഡ്. സോ റിലേറ്റീവ് സ്പീഡ് നമുക്ക് കിട്ടി 33.5. അതുപോലെ അവർ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് എത്ര? 2.5 മണിക്കൂറാണ്. സോ സ്പീഡ് എന്ന് പറയുന്നത് 33.5 ഇൻറ്റു ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2.5 hours. സോ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? അവർ എത്ര ദൂരം, അതായത് അവർ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 83.75 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ആദ്യം റിലേറ്റീവ് സ്പീഡ് കാണാം. റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു അവർ ട്രാവൽ ചെയ്ത ടൈം അവർ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ കറസ്പോണ്ടിങ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 83.75 കിലോമീറ്റർ ആണ് എന്ത് അവർ ട്രാവൽ ചെയ്തത്. സോ ആൻസർ എത്ര? 83.75 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper sold 2 toys for 1,990 each.
On first toy, he gained 10% and on the second, he lost 10%. Find the total percentage gain or loss. സോ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് രണ്ട് ടോയ്സിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര 1990 വരുന്നത്. അതുപോലെ ആദ്യത്തെ ടോയ്ക്ക് എത്ര 10% ഗെയിനും രണ്ടാമത്തെ ടോയ്ക്ക് എത്ര 10% ലോസും ആണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സോ അത് എപ്പോഴാണ് യൂസ് ചെയ്യുക? അത് യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ആ ഷോർട്ട് കട്ട് ഇവിടെ യൂസ് ചെയ്യാം. സോ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ -x² / 100 എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഏതിൻ്റെ കേസിൽ? അതായത് രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണോ ലോസ് ഗെയിൻ ഉണ്ടായത് അതാണ് എന്ത് എക്സ്. ഇവിടെ എന്താ രണ്ടും 10% വെച്ചാണ് ഉണ്ടായത്. അതായത് ആദ്യത്തേന് 10% ഗെയിനും രണ്ടാമത്തേന് 10% ലോസും. സോ എക്സ് എന്ന് പറയുന്നത് 10 വരുന്നത്. സോ -10² / 100 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? -100² -100/100 എന്ന് വരും. സോ വെട്ടി കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -1% ആണ് ഇവിടെ എന്ത് ഓവറോൾ പെർസെൻറ്റേജ് കിട്ടിയത്. സോ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ലോസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ -1% ലോസ് ആണ് എന്ത് ഇവിടുത്തെ ഓവറോൾ നമുക്ക് കിട്ടിയത്. സോ ആൻസർ ഓപ്ഷൻ ബി 1% ലോസ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? -x² / 100. ഏത് കണ്ടീഷനിൽ? SP = സെയിം ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് ഇറ്റ്സ് 25% ഈസ് 24, ദെൻ ദ നമ്പർ ഈസ്. സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഡിഫറൻസ്. ഏതിന് ഡിഫറൻസ്? അതായത് നമ്പറിൻ്റെയും അതിൻ്റെ 25%ൻ്റെയും ഡിഫറൻസ്. നമ്പർ -25% ഓഫ് ദാറ്റ് നമ്പർ ആണ് എത്ര? 24. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് n എന്ന് എടുക്കാം. n മൈനസ് എന്നിൻ്റെ എത്ര പെർസെൻറ്റേജ്? എന്നിൻ്റെ 25%. എന്നിൻ്റെ 25%. സോ എന്നിന്ന് എന്നിൻ്റെ 25% കുറച്ചാലുള്ള ആൻസർ ആണ് എന്ത്? 24 എന്നുള്ളത്. സോ n - 25% ഓഫ് n ആണ് എന്ത്? 24. നമുക്ക് ഓൾറെഡി അറിയാം n എന്ന് പറയുമ്പോൾ എന്ത്? n എന്ന് പറയുമ്പോൾ 100% n ആണ് വരുന്നത്. സോ 100% n മൈനസ് 25% n ആണ് എത്ര? 24. സോ 100 - 100% n മൈനസ് 25% n എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 75% n എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് എത്ര? 24. സോ 75% എന്ന് പറയുമ്പോൾ എത്ര? 3/4 ആണ്. സോ 3/4 × n = 24. സോ n = 24 × 4/3 എന്ന് വരും. അതായത് 8 കട്ട് ചെയ്ത് പോവും. സോ n എന്ന് പറയുന്നത് എത്ര? 32 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ആൻസർ ഓപ്ഷൻ സി 32 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the following expression, which number should be added so that it becomes a complete square? അതായത് ഈ തന്ന എക്സ്പ്രഷൻ, അതായത് ഒരു സമ്മിൻ്റെ എക്സ്പ്രഷനാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് എന്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാമെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഓൾറെഡി നമുക്ക് എന്തറിയാം? ഈ തന്ന എക്സ്പ്രഷൻ്റെ സമ്മ് നമുക്ക് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സോ 44 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. സോ 44 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്ക്വയർ ഏതാണ്? അതായത് സ്ക്വയർ, കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 49 ആണ് വരുന്നത്. സോ 49 ആവാൻ എത്ര ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്താലാണ് 49 ആവുക. സോ 44 + 5 എന്ന് പറയുന്നത് 49 കിട്ടും. അതായത് ഏതിൻ്റെ? 7ൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ തന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 44. 44ലൂടെ ഏത് ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്താലാണ് കംപ്ലീറ്റ് സ്ക്വയർ ആവുന്നത്. സോ ഓപ്ഷൻ ബി 5 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാല്യൂ ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 36.1/102.4. സോ തന്നേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 36.1/102.4 ആണ് വന്നത്. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് മുമ്പ് എന്ത് ചെയ്യണം? പോയിന്റ് ഉള്ളത് നമുക്ക് ഒഴിവാക്കണം. പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? മേലെ × 10 അടി
അടിയിലും ഇൻറ്റു 10 ചെയ്യുക. സോ 361/1024 എന്ന് വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. സോ 361 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എത്ര വരും? സ്ക്വയർ റൂട്ട് 361 എന്ന് പറയുന്നത് 19 വരും. അതുപോലെ സ്ക്വയർ റൂട്ട് 1024 എന്ന് പറയുന്നത് എത്ര കിട്ടും? 32 എന്ന് നമുക്ക് കിട്ടും. സോ 32ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 1024. 19ൻ്റെ സ്ക്വയർ ആണ് എത്ര? 361. സോ ആൻസർ എത്ര? 19/32 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി 19/32 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഗെയിം രാജേഷ് ലോസ്റ്റ് 1/3 ഓഫ് ദ മണി ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് ദ ഗെയിം. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഹി ലോസസ് 3/5 ആണ് 3/5 of the remaining, and in the third round he lost 4/7 of the remaining. What part of the money is left? അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഒരു ഗെയിമിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ എത്ര ടോട്ടൽ മണിയുടെ 1/3 പാർട്ട് പോയി, ബാക്കി എത്ര ഉണ്ടാവും? അതായത് ബാക്കി ടോട്ടൽ മണിയുടെ 2/3 പാർട്ടാണ് ഉണ്ടാവുന്നത്. സോ സെക്കൻഡ് റൗണ്ടിൽ എന്താ? സെക്കൻഡ് റൗണ്ടിൽ ബാക്കി റിമൈനിങ് ഉണ്ടായ എമൗണ്ടിൻ്റെ 3/5 പാർട്ട് ലോസായി. അതുപോലെ തേർഡ് റൗണ്ടിൽ എന്താ? അതായത് റിമൈനിങ് വന്ന എമൗണ്ടിൻ്റെ 4/7 പാർട്ട് ലോസായി. അങ്ങനെയാണെങ്കിൽ ഫൈനലായിട്ട് ആൾക്ക് ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര പാർട്ടാണ് ആളുടെ കയ്യിൽ റിമൈനിങ് ആയിട്ട് ഉണ്ടായെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയുന്നത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ 1/3 പാർട്ട് ചിലവാക്കിയെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? റിമൈനിങ് എന്ന് പറയുന്നത് 2/3 പാർട്ടാണ് റിമൈനിങ്. ഇൻറ്റു രണ്ടാമത്തെ റൗണ്ടിൽ എത്ര? രണ്ടാമത്തെ റൗണ്ടിൽ 3/5 പാർട്ടാണ് ചിലവാക്കിയെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി റിമൈനിങ് 2/5 പാർട്ടാണ് ബാക്കി റിമൈനിങ് ഉണ്ടാവുക. ഇൻറ്റു ചെയ്യുക. തേർഡ് പാർട്ടിൽ 4/7 പാർട്ട്, അതായത് റിമൈനിങ്ങിൻ്റെ 4/7 പാർട്ടാണ് ആളുടെ നിന്ന് ലോസ് ആയത്. സോ അവിടെയും ബാക്കി എത്ര ഉണ്ടാവുക? 4/7 പാർട്ട് ചിലവാക്കിയെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 3/7 പാർട്ടാണ് ബാക്കി ഉണ്ടാവുക. സോ ഓരോ റിമൈനിങ് നമുക്കുണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4/35 എന്ന് വരും. അതായത് എല്ലാ ലോസും കഴിഞ്ഞ് ആളുടെ കയ്യിൽ എത്ര റിമൈനിങ് ഉണ്ടാവുക? 4/35 പാർട്ടാണ് ആളുടെ കയ്യിൽ റിമൈനിങ് ആയിട്ട് ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി 4/35 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sunil had 9 1/4 kilo of flour to make a bread with. If the recipe says she need 1/8 kilo to make 1 loaf of bread, how many loaf can she make? Estimate to the nearest whole number. So ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് സുനിലയുടെ കയ്യിൽ എത്ര? 9 1/4 കിലോ ഓഫ് എത്ര ഫ്ലോർ ആണ് ആളുടെ കയ്യിലുള്ളത്. സോ റെസിപ്പി പ്രകാരം നോക്കുമ്പോൾ എന്താ? ഒരു ലോഫ് ഉണ്ടാക്കാൻ, അതായത് ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ എത്ര? 1/8 കിലോ ആണ് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്രെഡ് ഉണ്ടാക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് ടോട്ടൽ സുനിലയുടെ കയ്യിൽ ഉണ്ടായത് എത്ര ഫ്ലോറാണ്? 9 1/4 കിലോ ആണ് ഉണ്ടായത്. സോ ഇതിനൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 × 4 36 + 1 37/4 കിലോ ഫ്ലോർ ആണ്, അതായത് മാവാണ് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ എത്ര? ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ 1/8 കിലോ ഫ്ലോറേ ആവശ്യമുള്ളൂ. സോ ഇതിനും പ്രോപ്പർ ആക്കുമ്പോൾ എത്ര വരും? 8 × 1 9/8 കിലോ ആണ് എന്ത് വേണ്ടത്. അതായത് ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ 9/8 കിലോ ആണ് വേണ്ടത്. ടോട്ടൽ ആളുടെ കയ്യിലുള്ളത് 37/4 കിലോ ആണ് ഉള്ളത്. സോ എത്ര ബ്രെഡ് ഉണ്ടാക്കാമെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ ആളുടെ കയ്യിലുള്ളത് 37/4 കിലോ ആണ് ഉള്ളത്. ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര? 9/8 കിലോ ആണ് ആവശ്യം. സോ ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് കറക്റ്റാക്കാൻ 37/4 ഇൻറ്റു ഈ ഡിവിഷൻ മേലേക്ക് പോകുമ്പോൾ 8/9 എന്ന് വരും. സോ 2 കട്ട് ചെയ്ത് പോവും 60 74/9 എന്ന് കിട്ടും. അതായത് കട്ട് ചെയ്യുമ്പോൾ റൗണ്ട് 8.22 എന്നുള്ളത് നമുക്ക് കിട്ടും. സോ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 എണ്ണമാണ് അവിടെ എത്ര 8 ബ്രെഡാണ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 men or 6 boys can complete a task in 20 days. How many days will 6 men and 8 boys take to do the same work? അതായത് 3 മെന്നിനും 6 ബോയ്സിനും ഒരേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 20 days ആണ് വേണ്ടത്. സോ നമുക്കറിയാം എന്ത്
3 men is equal to 6 boys എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 3 മെന്നിനും 6 ബോയ്സിനും കൂടി വർക്ക് ചെയ്യാൻ എത്ര സെയിം ഡേയ്സ് ആണ് വേണ്ടത്. എത്ര ഡേയ്സ്? 20 ഡേയ്സ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3 men is equal to 6 boys നമുക്ക് എഴുതാൻ പറ്റും. men by boy എന്ന് പറയുന്നത് നമുക്ക് എത്ര എഴുതാം? 2 by 1 എന്ന് എഴുതാം. അതായത് men is to boy അവരുടെ വർക്കിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും? 2:1 എന്നുള്ളത് നമുക്ക് കിട്ടും. സോ എഫിഷ്യൻസി എത്ര? 2:1 ആണ് വരുന്നത്. ടോട്ടൽ വർക്ക്, അതായത് ഇവർ വർക്ക് ചെയ്യാനെടുത്ത ഡേയ്സ് എത്ര വരുന്നത്? 20 ഡേയ്സ് ആണ് ഇവർ വർക്ക് ചെയ്യാനെടുത്ത സമയം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നമുക്ക് കാണണം. സോ 3 ബോയ്സിന് എത്ര ദിവസം കൊണ്ട്? 20 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 6 ബോയ്സിനും 20 ദിവസം കൊണ്ടാണ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. സോ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് എടുക്കാം. നമുക്ക് മെന്നിൻ്റെ കേസ് എടുക്കാം. സോ 4 മെന്നിന് എത്ര ദിവസം കൊണ്ട്? 20 ദിവസം കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. സോ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ വർക്ക് എന്നുള്ളത് കിട്ടും. സോ ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ വർക്കാണ്. സോ മെന്നിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 2 ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സോ 3 × 2 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 20. അതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ വർക്ക്. സോ എത്ര കിട്ടും? 6 × 20 എന്ന് പറയുന്നത് 120 ആണ് എന്ത്? ടോട്ടൽ വർക്ക് വരുന്നത്. സോ ടോട്ടൽ വർക്ക് എത്ര? 120. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 6 മെന്നും 8 ബോയ്സും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? സോ 6 മെൻ പ്ലസ് 8 ബോയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര കിട്ടും? അതായത് 6 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി എത്ര? 2 പ്ലസ് 8 ഇൻറ്റു ബോയിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1. സോ 12 പ്ലസ് 8 എന്ന് പറയുന്നത് എത്ര? 20 ആണ് വരുന്നത്. അതായത് ഈ 6 മെൻ പ്ലസ് 8 ബോയ്സിൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 20 ആണ് വരുന്നത്. സോ 120 വർക്ക് ചെയ്യാൻ 6 മെൻ പ്ലസ് 8 ബോയ്സിന് കൂടി എത്ര ദിവസം വേണം? സോ ടോട്ടൽ വർക്ക് ബൈ ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 20. സോ എത്ര വരും? 6 ഡേയ്സ് കൊണ്ടാണ് എന്ത്? 6 മെൻ പ്ലസ് 8 ബോയ്സും കൂടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എത്ര? ഓപ്ഷൻ 6 ആണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ എ 6 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്പർ 0.232323 ക്യാൻ ബി റിട്ടൺ ഇൻ ദ റേഷണൽ ഫോമസ്. അതായത് നമുക്ക് തന്നേക്കുന്നത് എന്താ? അതായത് ഡെസിമൽ നമ്പറാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനെ ഏതിലേക്ക് മാറ്റണം? റേഷണൽ ഫോം അല്ലെങ്കിൽ P/Q എന്ന ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റണം. സോ അതിനായിട്ട് എന്ത്? കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? അതായത് നമുക്ക് തന്ന നമ്പർ എത്ര? 0.232323. അതാണ് എന്ത്? എക്സ് ആണ് കൺസിഡർ ചെയ്യുക. സോ എക്സ് ഇസ് ഈക്വൽ ടു 0.232323. അതെങ്ങനെ എന്താ? റിക്കറിങ് ചെയ്ത് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോവാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു തന്ന ഡെസിമൽ. അങ്ങനെയാണെങ്കിൽ 100x എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ 100x എന്ന് പറയുമ്പോൾ എന്താ? ഈ പോയിന്റ് രണ്ടെണ്ണം അങ്ങോട്ട് കയറ്റിടുക. സോ 23.223 കിട്ടി. സോ എക്സും കിട്ടി, 100xും കിട്ടി. സോ ഇവരെ ഡിഫറൻസ് കാണാം. അതായത് 100x മൈനസ് എക്സ് കാണാം, അതുപോലെ അവിടെയും കാണാം. സോ 100x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 99x നമുക്ക് കിട്ടും. സോ 99x ആണ് എത്ര? അതുപോലെ ഇവിടെ ഡിഫറൻസ് കാണുമ്പോൾ എത്ര കിട്ടും? 23.232323 മൈനസ് 0.232323. സോ ഡിഫറൻസ് കാണുമ്പോൾ എന്താ? ആ ഡെസിമൽ പാർട്ട് അവിടെ ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര വരും? 23.000 നമുക്ക് കിട്ടും. സോ ഇവിടെ 100 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എത്ര? 99x ആണ് വരുന്നത്. സോ ഇവിടെ ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരും? 23 നമുക്ക് കിട്ടും. സോ എക്സ് ആണ് എന്ത്? 23/99 എന്ന് നമുക്ക് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 23/99. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ എത്രയെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഡെസിമൽ പോയിന്റ് ആണ്, അതായത് ഡെസിമൽ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. സോ ആ ഡെസിമൽ പാർട്ടിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ഫോമാണ് എന്ത്? നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയത് എത്രയാണെന്ന് കിട്ടി? 23/99 എന്ന് കിട്ടി. എന്താണ്? നമുക്ക് തന്ന ഡെസിമൽ ഫോമിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി? P/Q എന്ന ഫ്രാക്ഷൻ ഫോമിലേക്ക് നമ്മൾ മാറ്റി. സോ ആൻസർ എത്ര? 23/99. സോ ഓപ്ഷൻ തെറ്റുണ്ട്. ഓപ്ഷൻ എ 23/99 ആണ് എന്ത്? നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
A metallic part of a machine is made from a mixture of copper, zinc and lead mixed in the ratio of 13:6:1. If the weight of the zinc in this part is 19 kilo, then the total weight of the part will be. അതായത് നമുക്ക് എന്താ കോപ്പർ ഇസ്റ്റു സിങ്ക് ഇസ്റ്റു ലെഡിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 13:6:1 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ സിങ്ക് എത്ര ക്വാണ്ടിറ്റിയാണ്? 90 കിലോ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിലോ ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് സിങ്കിൻ്റെ പാർട്ട് എത്ര വരുന്നത്? 6 ആണ് വരുന്നത്. സോ 6ൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 90 കിലോ. സോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 15 കിലോ എന്ന് കിട്ടും. സോ ടോട്ടൽ എത്ര കിലോ ഉണ്ടെന്ന് കാണാൻ നമുക്ക് എന്താ ചെയ്യുക? തന്ന റേഷ്യോൻ്റെ സമ്മ് കാണാം. അതായത് 13 + 6 + 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 20 എന്ന് നമുക്ക് കിട്ടും. സോ ഒന്നാണ് എത്ര? ഒന്നാണ് 15 കിലോ എങ്കിൽ 20 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 300 കിലോ എന്ന് കിട്ടും. എന്ത്? നമ്മുടെ ടോട്ടൽ ആ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി. സോ ഓപ്ഷൻ സി 300 ആണ് എന്ത്? ആ ടോട്ടൽ മിക്സ്ചറിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of two numbers is 20 and their difference is 2.5. The ratio of the number will be. So എന്താണ്? എയും ബി ആണ് നമ്പർ എന്ന് വിചാരിക്കുക. എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് എത്ര? 20ഉം എ മൈനസ് ബി എന്ന് പറയുന്നതാണ് എത്ര? 2.5. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എ പ്ലസ് ബി എന്ന് നമുക്കറിയാം, എ മൈനസ് ബി എന്നറിയാം. സോ പ്ലസ് ആണ്. അത് രണ്ട് പേരും കൂടി നമുക്ക് സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ബിയും ബിയും ക്യാൻസൽ ആയി പോകും. സോ 2a = 20 + 2.5 എന്ന് പറയുന്നത് 22.5 എന്ന് വരും. എ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 22.5/2 എന്ന് കിട്ടും. സോ എ എത്രയാണ്? a = 22.5/2 നമുക്ക് കിട്ടി. ഇനി അതുപോലെ നമ്മൾ നേരത്തെ സമ്മാണ് കണ്ടത്. സോ നെക്സ്റ്റ് എന്താ? ഡിഫറൻസ് കാണാം. അതായത് രണ്ട് പേരുടെയും ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരും? സോ ഡിഫറൻസ് കാണുമ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. അത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. സോ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. 2b = 20 - 2.5 എന്ന് പറയുന്നത് 17.5 എന്ന് വരും. ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 17.5/2 എന്ന് വരും. എയും ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കളയേണ്ട, കാരണം നമുക്ക് എന്താ വേണ്ടത്? റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. സോ a/b എന്ന് പറയുന്നത് 22.5/2 അതുപോലെ 17.5/2 ആണ് വരുന്നത്. റേഷ്യോ ആയതുകൊണ്ട് കോമൺ ആയിട്ട് വെട്ടിക്കളയുക, രണ്ടും വെട്ടിക്കളയുക. അതുപോലെ 25 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9:7 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. സോ നമ്മൾ ആ അടിയിലത്തെ /2 നമ്മൾ കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞു. അതുപോലെ 25 കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 9:7 നമുക്ക് കിട്ടി. അതായത് ഓപ്ഷൻ എ 9:7 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ അടുത്ത് വാല്യൂ ഓഫ് cos 1 × cos 2 × cos 3 അങ്ങനെ cos 179. അതായത് എന്താ? cos 1 തൊട്ട് cos 179 വരെയുള്ള എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആൻസറാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇതിൻ്റെ ആൻസർ എത്ര വരിക? ആൻസർ 0 ആണ് വരുന്നത്. കാരണം എന്താ? cos 1 × cos 2 × cos 3 അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ എത്ര വരും? cos 90 എന്നുള്ളതിൻ്റെ വാല്യൂ വരും. cos 90 എന്ന് പറയുന്നത് എത്ര? cos 90യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 0 ആണ് വരുന്നത്. സോ 0ൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ? ഫൈനൽ ആൻസറും എന്താ വരിക? 0 എന്നുള്ളതാണ് വരുന്നത്. സോ ഓപ്ഷൻ സി 0 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.